എൽസിയോ ഞാൻ പറഞ്ഞു, എൽസിയോ ഫോർച്യൂണറോ എൻഡോവറോ ഏതെങ്കിലും നമ്മൾ എടുക്കും. അപ്പോൾ ഗൈസ് വണ്ടി ലോക്ക് ചെയ്യാം. നേരെ ഇത് ലോക്ക് ചെയ്യട്ടെ, എന്നിട്ട് നേരെ വീട്ടിൽ കയറാം ഗൈസ്. ഒരു മിനിറ്റ് ലോക്കാക്കി നമുക്ക് നേരെ വീട്ടിൽ കയറാം. പൊളിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ പിന്നെയും വന്ന സമയം 3:20. അനിയത്തെ ഡാൻസിന് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഡാൻസ് ഉള്ള കഴിഞ്ഞു. ഇപ്പോൾ അവളെ നേരെ വീട്ടിലൊക്കെ അതൊക്കെ ഇവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്, കാണാനുണ്ടാവും. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഉണ്ട്. അപ്പോൾ അഡ്വാൻസിന് ഓക്കെ ആയിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എന്തോ പൗഡർ, എന്ത് പൗഡർ അറിയില്ല, ഈച്ചപ്പൊടി എങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ മേടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് എന്താ നമ്മൾ അമ്മ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓട്ടോറിക്ഷ രണ്ട് സൈഡൊന്നും മതിയെന്നു തന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല. 2-3 മാസം കഴിഞ്ഞ് നമ്മൾ ഓടിച്ച് ഒറ്റയ്ക്ക് എടുത്ത് പോകണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എൽസി എടുക്കാം ഗൈസ്. എൽസിയോ ഞാൻ പറഞ്ഞു, എൽസിയോ ഫോർച്യൂണറോ എൻഡോവറോ ഏതെങ്കിലും നമ്മൾ എടുക്കും. നമ്മുടെ വാശിയാണ്, അപ്പോൾ നമ്മൾ എടുത്തിരിക്കും ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കണ്ട, അമ്മ മോൻ കാണിക്കണില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ വണ്ടിയിലൊക്കെ ഗൈസ് നേരെ വീട്ടിൽ കയറാം. നേരെ വിട്ടപ്പോൾ രാത്രി കൂട്ടുകാരുമാരെ കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഗേറ്റ് അടയ്ക്കാം ഗൈസ്. നേരെ വീട്ടിൽ കയറാം. നേരെ വീട്ടിൽ കയറാം ഗൈസ്. ബിഗ് ബോസ് നല്ല കിട്ടി തോന്നുന്നു ഗൈസ്. അറിയില്ല എന്താന്ന്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, ആ സമയത്തെടുത്ത് ഫുട്ടേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചിട്ട് വരാം. നല്ല അടി കിട്ടി ഗൈസ്, നല്ല കിട്ടി തോന്നുന്നു. കുറച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ കരയണ വെച്ചോ? എന്തിനിങ്ങനെ കരയണം? അടിച്ച അങ്ങനെ പോരന്നെ. ഇതിപ്പോ കരഞ്ഞ ആളൊക്കെ കാണിച്ച് എന്തിനാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. സമയം രാത്രി 10:41. ബിഗ് ബോസ് ഇരുന്ന് കണ്ടോണ്ടിരിക്കുക ഡിസ്നിയിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ റോക്കി പോയി. ഇപ്പം ആരൊക്കെ പോകുന്ന അറിയില്ല.